നമസ്കാരം, ബൈജു ആണ്. നിങ്ങളുടെ പേരിൽ 25 സെന്റോ അതിൽ കൂടുതലോ ഭൂമിയുണ്ടോ? അത് തരം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണം. കാരണം 25 സെന്റ് ഭൂമി സൗജന്യമായി നികത്താം എന്ന് കരുതി അപേക്ഷിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കണക്കൂട്ടൽ തെറ്റിപ്പോകാം. സുപ്രീം കോടതി വിധിയും പുതിയ ഫീസ് കണക്കുകളും ഭൂമിയുടെ തരം മാറ്റത്തിന്റെ പ്രധാന നടപടികളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം നിങ്ങളുടെ സ്ഥലം കൃഷി വകുപ്പിന്റെ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഡാറ്റ ബാങ്കിൽ ഉണ്ടെങ്കിൽ ഫോറം 5 വഴി 100 രൂപ ഫീസ് അടച്ച് ആർടിഒയ്ക്ക് അപേക്ഷ കൊടുക്കണം. ഇനി ഡാറ്റ ബാങ്കിൽ ഇല്ലെങ്കിലും രേഖകളിൽ നിലമെന്നാണ് കിടക്കുന്നതെങ്കിൽ പോലും ഫോറം 6 വഴി 1000 രൂപ കൊടുത്ത് പുരയിടമാക്കി മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാം. ഇപ്പോഴെല്ലാം ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്ഷയ കേന്ദ്രം വഴിയും ചെയ്യാവുന്നതാണ് കേട്ടോ. 2017 ഡിസംബർ 30 മുമ്പുള്ള ആധാരമാണെങ്കിൽ 25 സെന്റ് ഭൂമി, അതായത് 10/6 എന്ന് പറയും, ഇതുവരെയുള്ള സ്ഥലം സൗജന്യമായി തരം മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന വിധിയുണ്ട് സുപ്രീം കോടതിയുടെ. അതായത് നിങ്ങളുടെ കയ്യിൽ 25 സെന്റിൽ കൂടുതൽ, അതായത് ഉദാഹരണത്തിന് 30 സെന്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചോ, ആദ്യത്തെ 25 സെന്റിന് സൗജന്യ ഇളവ് കിട്ടത്തില്ല. പകരം ആ 30 സെന്റിന്റെയും ന്യായവിലയുടെ ഫീസ് മുഴുവനായും നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ആധാരത്തിൽ കൂടുതൽ സ്ഥലമുള്ളവർ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 25 സെന്റ് വരെ ഫീസ് സൗജന്യമാണ്. എന്നാൽ 25 സെന്റ് മുതൽ 1 ഏക്കർ വരെയുള്ള സ്ഥലം മൊത്തത്തിൽ സ്ഥലത്തിന്റെ ന്യായവിലയുടെ 10% നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും. ഇത് നികത്തേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ. കൂടാതെ 1 ഏക്കറിന് മുകളിലാണെങ്കിൽ 20% ഇതിന്റെ ഫീസ് വരുന്നത്. കൂടാതെ തണ്ണീർത്തട ഭൂമിയിൽ 10 സെന്റ് വരെ വിസ്തീർണമുള്ള പ്ലോട്ടിൽ 120 ചതുരശ്ര മീറ്റർ വരെയുള്ള വീട് നിർമ്മിക്കാൻ തരം മാറ്റം അനുമതി ആവശ്യമില്ല എന്ന് ഓൾറെഡി നമ്മുടെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേക ഇളവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സൗജന്യമായി തരം മാറ്റാനുള്ള ഭൂമിയുടെ പരിധി നിലവിൽ 25 സെന്റ് ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അതേസമയം ഈ സൗജന്യ പരിധി സർക്കാർ 10 സെന്റാക്കി കുറയ്ക്കാൻ പദ്ധതി ഇടുന്നു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ഒരു നിർദ്ദേശം ഇതുവരെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഭൂമി തരം മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഡാറ്റ ബാങ്ക്, BTR രേഖ, ഭൂമിയുടെ വിസ്തീർണം, 2017 ഡിസംബർ 30 ഉടമസ്ഥതാ സ്ഥിതി, ന്യായവില എന്നിവ പരിശോധിക്കുക. പ്രത്യേകിച്ച് 25 സെന്റിന് മുകളിലുള്ള ഭൂമിയാണെങ്കിൽ സുപ്രീം കോടതി വിധി മനസ്സിലാക്കിയ ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ. ഒടുവിൽ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഭൂമിയുടെ തരം മാറ്റത്തിന്റെ പേരിൽ ഇന്ന് വലിയ തോതിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ പൈസ കൊണ്ടുപോയി കൊടുത്ത് പെട്ടുപോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. ഒന്നുകിൽ സ്വന്തമായി ചെയ്യുക, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി ഇതിൽ രേഖപ്പെടുത്താം. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.